ഹലോ, വെൽക്കം ടു പാർട്ട് 2 ഓഫ് മൈ ഗുജറാത്ത് വ്ളോഗ്. അപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്കാണ് ഹോട്ടലിൽ എത്തുന്നത്. ഗുഡ് മോർണിംഗ് പറയാനായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ. ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ വന്നതേ ഉള്ളൂ. ട്രാവൽ ചെയ്ത് നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമായിരുന്നു. നമ്മുടെ ഈ ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ സോമനാഥ് ടെമ്പിൾ. നമ്മൾ ഇനിയിപ്പം വൈകിയ കാരണം ഉറങ്ങിയിട്ടില്ല. നാളെ പോകാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇന്ന് ഈവനിങ് പ്രോഗ്രാമും ഉണ്ട്, അപ്പോൾ ടൈമും കിട്ടില്ല. അപ്പം ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് കഴിക്കാൻ കോംപ്ലിമെൻ്ററി ഫുഡുണ്ട് ഇവിടെ. അപ്പോൾ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. എന്നിട്ട് വേണം നമുക്ക് വൈകുന്നേരം പ്രോഗ്രാമിന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് പുറത്തെ വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നല്ല കറക്റ്റ് നല്ല എന്താ പറയുക ഗോൾഡൻ ഗ്ലോ അവറാണ് ഇപ്പം ഇവിടെ. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് അത്യാവശ്യം. ഞാൻ പുറത്തുനിന്നകത്ത് കയറിയപ്പോഴാണ് ഒന്ന് വിറയൽ മാറിയത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ജസ്റ്റ് പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ വെയിലുള്ളത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, പുറത്ത് നല്ല തണുപ്പാണ്. സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. ഇതാണ് എൻ്റെ റൂമിൻ്റെ പുറത്തെ വ്യൂ. പക്ഷെ നല്ല പൊടിയും ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലാണ് കേട്ടോ. നമുക്ക് വേണ്ട അമെനിറ്റീസ് എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. വീണ്ടും വെറൈറ്റി പിടിച്ചുകൊണ്ട് സുനിലേട്ടൻ വന്നിട്ടുണ്ട് ഡ്രസ്സിങ്ങിൽ. പിന്നെ ചാക്കോ ഞാൻ ഒരു 2 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീറ്റു. എന്നാലും മതിയായിട്ടില്ല ഉറക്കം. രാത്രി ഉറങ്ങിയില്ല ശരിക്കും. ഓക്കെ, എനിവേയ്സ് നമ്മളിപ്പോൾ 1 മണി കഴിഞ്ഞു. നമ്മൾ കഴിക്കാനായിട്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരും. ഞങ്ങളപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. കഴിച്ചിട്ട് വന്നിട്ട് വേണം ഒരു റിഹേഴ്സലുണ്ട്. റിഹേഴ്സൽ എന്ന് വെച്ചാൽ ഞാനും സുല്ലാണ്ടും മാത്രം 2-3 പാട്ട് ജസ്റ്റ് എക്സ്ട്രാ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കണം. നോക്കി കഴിഞ്ഞിട്ട് റെഡിയായിട്ട് പ്രോഗ്രാമിന് പോകണം. അതാണ് പ്ലാൻ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഓടിപ്പോയി കഴിച്ചിട്ട് വേഗം വരാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാനും സുല്ലേണ്ണനും കൂടെ റിഹേഴ്സൽ ചെയ്തു. ഫൈനലി ഇപ്പോൾ സമയം 4:45. നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ പ്രോഗ്രാം സ്ഥലത്തേക്ക്. സൗണ്ട് ചെക്ക് ഒക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി റെഡിയായാണ് പോകുന്നത്. കാരണം നമുക്ക് അവിടെ ഇനി സ്ഥലം റെഡിയാകാനുണ്ടെങ്കിലും ടൈം ഉണ്ടാവുമോ എന്നറിയില്ല. സോ ഞാൻ ഓൾറെഡി റെഡിയായാണ് ഇറങ്ങുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ സ്റ്റേജ്. സ്റ്റെല്ല മേരീസ് കാത്തോലിക് ചർച്ച് വേരാവൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോദ്ഭവ തിരുനാളിനോടനുബന്ധിച്ചാണ് നമ്മുടെ പ്രോഗ്രാം. ഇതാണ് കേട്ടോ നമ്മുടെ ഓപ്പൺ സ്റ്റേജ്. ഗൈസ്, ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് വാങ്ങാനായിട്ട് ഇവിടുന്ന് ഒരാൾ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്ലാസ്സിന് ഇത്രേ വലുപ്പമുള്ളൂ. ഇനി ചായ ഞാൻ കാണിച്ചു തരാമേ കൊണ്ടുവന്ന രീതി. ഇതെന്താ ഇത്, ഐഫിൾ ടവറോ? പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അവിടുത്തെ ചായ ഒരു രക്ഷയില്ല. അവരിങ്ങനെ കുറുക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ ധാരാളം. ഭയങ്കര തിക്കായിട്ടുള്ള ചായയാണ്. ചായ മാത്രമല്ല അവിടുത്തെ ഫുഡും ഭയങ്കര സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഗുജറാത്തിൽ 2 ദിവസങ്ങളിലായിട്ട് 2 പരിപാടികൾ സെയിം സ്റ്റേജിൽ തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ ഈ ഷോയുടെ വീഡിയോസൊന്നും നമുക്കധികം കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജായ മാളവിക MRK വയലിനിസ്റ്റ് കോട്ടയം എന്ന പേജിലും അതുപോലെ തന്നെ മാളവിക വയലിനിസ്റ്റ് ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാ ID-യിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഇതാണ് കേട്ടോ അവസ്ഥ. കാലൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അതുപോലെ പെയിനാണ്. എനിക്ക് ഓൾറെഡി ഹീൽ പെയിനും ഉള്ളതാണ്. അപ്പോൾ ഈ ബൂട്ട്സൊക്കെ ഇത്രയും നേരം നിന്നിട്ട് അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളായിരുന്നു റൂമിൽ വന്നിട്ട്. എനിവേയ്സ് ഇപ്പം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് റൂമിലെത്തി. ഇപ്പോൾ സമയം 12:30-1 മണി ഏതാണ്ടായി. അപ്പം ഇന്നിപ്പോൾ ദിവസം അയച്ച് വലിയ തലവേദന ഇഷ്യൂ ഇല്ല. അല്ലെങ്കിൽ നോർമലി പരിപാടി കഴിയുമ്പോൾ തലവേദനയും കൂടി ഉണ്ടാവും എനിക്ക്. സൗണ്ടും ലൈറ്റും എല്ലാം കൂടെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ വന്നിട്ട്. ഇന്ന് പക്ഷേ അത് വലിയ കുഴപ്പമില്ല, ഇല്ലാതിരിക്കട്ടെ. അപ്പം ഇപ്പോൾ എന്തായാലും ഹീൽ പെയിൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ
ഞാൻ ചത്ത് വേദന കാരണം എനിക്ക് നടക്കാൻ പോലും മേലായിരുന്നു. ഒന്നാമത് ഇന്ന് ഞാൻ നോർമൽ ഷൂസ് അല്ലായിരുന്നു ഇട്ടത്, ഇന്ന് ബൂട്ട്സാണ് ഇട്ടത്. അതുകൊണ്ട് ഒന്നുകൂടെ ഒട്ടും നടക്കാൻ മേലായിരുന്നു ഇത്ര നേരം. അത് നമ്മൾ നല്ല ഡാൻസ് പെർഫോം ചെയ്താണ് വായിച്ചത്. അപ്പം ഒന്നും പറയണ്ട, അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിവേസ് ഞാനൊന്ന് പോയിട്ട് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊന്ന് കിടക്കാൻ പാകത്തിന് ഒന്ന് സെറ്റായിട്ട് വരാം. ഓക്കെ.